കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലുള്ള ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ 28 തവണ വയനാട് ചുരത്തിൽ, താമരശ്ശേരി ചുരത്തിൽ പല സന്ദർഭങ്ങളിലായി ബ്ലോക്കിൽപ്പെട്ടതായ ഒരു ജനപ്രതിനിധിയാണ് ഞാൻ. പല സന്ദർഭങ്ങളിലും ട്രെയിൻ കിട്ടാതെ തൃശ്ശൂരിൽ പോയി ടിക്കറ്റ് എടുക്കാതെ, റിസർവ് ചെയ്യാതെ ട്രെയിനിൽ യാത്ര ചെയ്യാൻ പല സന്ദർഭങ്ങളിലും വിധേയമായിട്ടുണ്ട്. ഈ കഴിഞ്ഞ 26-ാം തീയതി മുതൽ 4 ദിവസം വയനാട് ജില്ല ഒറ്റപ്പെട്ട സാഹചര്യമായി. ഒരു ഭാഗത്ത് കുറ്റ്യാടി ചുരം ക്രമാതീതമായി വീർപ്പുമുട്ടിയതും അവിടെയും ഇടിച്ചിലുണ്ടായതും, ഇവിടെ 9-ാം വളവിന്റെ മേലെ വ്യൂ പോയിന്റിന് എതിർവശത്തായി 80 അടി ഉയരത്തിൽ നിന്ന് ഇടിച്ചിലുണ്ടായതും സമ്പൂർണമായി വയനാടിനെ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. വയനാട് ജില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്, ദീർഘിപ്പിക്കുകയല്ല, വയനാട് ജില്ലയുടെ ഏറ്റവും സവിശേഷമായ സാഹചര്യത്തെ നമുക്കറിയാം. അവിടെ കടലിന്റെ സാന്നിധ്യമില്ലാത്തതായ ഒരു ജില്ലയാണത്. റെയിൽവേ ലൈൻ ഇല്ലാത്തതായ ഒരു ജില്ലയാണത്. അവിടെ എയർ കണക്ടിവിറ്റി, ഒരു വിമാനത്താവളമോ എയർ സ്ട്രിപ്പോ ഇല്ലാത്തതായ ഒരു ജില്ലയാണത്. ആ ജില്ലയിലേക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ഒരു തുറന്ന ജയിൽ പോലെ ആളുകൾ ഒറ്റപ്പെടുന്ന സവിശേഷമായ സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലാണ് ഈ തുരങ്കപാത ഒരു ആശ്വാസകരമായ അനുഭവമായി മാറുന്നത്.